ഹലോ നമസ്കാരം, മഞ്ജുഷയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഒരു റേഡിയോ ജോക്കിയാണ്. ഒരു റേഡിയോ ജോക്കി എന്ന നിലയിൽ നിന്നും ഒരു ലൈഫ് കോച്ച് എന്ന നിലയിലേക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കമാണ് ഈ ഒരു പോഡ്കാസ്റ്റ്. എൻ്റെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ അറിവുകളും അനുഭവങ്ങളും അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളും തിരിച്ചറിവുകളും മുന്നോട്ട് നടക്കാൻ എനിക്ക് ഊർജ്ജം പകരുന്ന കാര്യങ്ങളുമാണ് ഈ പോഡ്കാസ്റ്റ് ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടെത്തിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശത്രുവിനെ കുറിച്ചാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ചിലതൊക്കെ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും കാലം കുറേ കടന്നു പോയിട്ടുണ്ടാവും. എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറയാ. ചെറുപ്പത്തിലെ മുതലേ ഈ കൗതുകം ഭയങ്കര കൂടുതലുള്ള ആളാണ് കേട്ടോ ഞാൻ. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഭയങ്കര ആർത്തിയാണ്. അതിനൊരുപാട് സാധ്യതകളുള്ള ഒരു കാലത്താണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നതും. അറിവും കക്ഷത്തിൽ വെച്ച് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ആ അറിവ് നമ്മൾ എങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. എന്തിനാണെന്ന് പോലും അറിയാതെ കുറേ വീഡിയോസ് കാണുക, ഇൻഫർമേറ്റീവായ റീൽസൊക്കെ കാണുമ്പോൾ പിന്നീട് കാണണം എന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെക്കുക, വൻ പ്ലാനിങ്ങുകൾ നടത്തുക, സുഹൃത്തുക്കളോട് അതേക്കുറിച്ച് വാചകം അടിക്കുക, തല പൊട്ടിത്തെറിക്കുന്നത് വരെ ഓവർ തിങ്ക് ചെയ്ത് അവസാനം ഒന്നും ചെയ്യാതെ എല്ലാം പിന്നത്തേക്ക് മാറ്റിവെച്ച് ഉണ്ണുക, ഉറങ്ങുക, റിപ്പീറ്റ് ചെയ്യുക. കാലം കളയാൻ ഇതിലും നല്ലൊരു മെത്തേഡ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കാലം കളയുന്ന കൂട്ടത്തിലായിരുന്നു കേട്ടോ ഞാനും. പക്ഷേ ഈ അവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിങ്ങനെ വെറുതെ കാലം കളയുകയാണ്, ടൈം വേസ്റ്റ് ചെയ്യുകയാണ് എന്ന് നമുക്കൊരിക്കലും തോന്നില്ല. നമ്മുടെ ബുദ്ധി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ ചിന്തകളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ശരാശരി മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരു ദിവസം കടന്നു പോകുന്ന ചിന്തകൾ ഏകദേശം 50,000-നും 60,000-നും ഒക്കെ മുകളിൽ വരും എന്നാണ് ബുദ്ധിയുള്ളവർ പറയുന്നത്. ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതിനിടയിൽ സമയം കടന്നു പോകുന്നത് നമ്മൾ അറിയുകയേയില്ല. ഇങ്ങനെ നമ്മുടെ കാലം കളഞ്ഞ് ഒടുക്കം നമ്മളെ നിരാശയുടെ പടുകുഴിയിൽ കൊണ്ടെത്തിക്കാൻ പ്രാപ്തിയുള്ള എൻ്റെയും നിങ്ങളുടെയും ആ ശത്രു, അത് വേറെ ആരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. പുറത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ഗെറ്റ് ഔട്ട് പറയായിരുന്നു. ഇത് പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. വളരെ തന്ത്രപരമായ ഇടപെടലിലൂടെ ഈ ശക്തനായ ശത്രുവിനെ നമുക്ക് നമ്മുടെ ഏറ്റവും ശക്തനായ മിത്രമാക്കി മാറ്റിയെടുക്കണം. അതിനാദ്യം ഒന്നാണെന്ന് നമ്മൾ ഇതുവരെ വിചാരിച്ച് ചേർത്ത് നിർത്തിയിരുന്ന മനസ്സിനെ നമ്മളിൽ നിന്നൊന്ന് അകറ്റി നിർത്തണം. ഇന്നു മുതൽ ഞാൻ വേറെ നീ വേറെ എന്ന് മനസ്സിനോട് പറയാൻ പഠിക്കണം. വിഷ്വലൈസ് ചെയ്യണം. എളുപ്പമല്ല, പക്ഷേ ഡെയിലി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ പാതി ജയിച്ചു കഴിഞ്ഞു. യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയവും ക്ഷമയും ഒക്കെ വേണം. ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിൻ്റെ കൺട്രോൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ടായി വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിലും എത്രയോ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല നല്ല പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ അറിവുകളിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ആരാണ് തടസ്സം? എന്താണ് തടസ്സം? മനസ്സ്. നിങ്ങളുടെ ആ മർക്കട മനസ്സ്, ആ മങ്കി മൈൻഡ്. അതിനെ ഒന്ന് വരുതിയിലാക്കാൻ ആദ്യം ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യൂ. ഇത് മാത്രം. പറ്റുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിനോട് പറയുക, നീ വേറെയാണ്, ഞാൻ വേറെയാണ്. ഐ ആം നോട്ട് മൈ മൈൻഡ്. ഞാനും വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞത്. ഈ ശത്രുവിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ എനിക്ക് മുന്നിൽ അതുവരെ അടഞ്ഞു കിടന്നിരുന്ന സാധ്യതകളുടെ ഒരു ലോകം എനിക്ക് തുറന്നു കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. സോ ലൈഫിൽ എവിടെയെങ്കിലും സ്റ്റക്കായി പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അറിവും കഴിവും ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങൂ. ബ്രേക്കപ്പ് വിത്ത് യുവർ മൈൻഡ്. ഐ ആം നോട്ട് മൈ മൈൻഡ്. ഇന്നു മുതൽ ഇത് പറഞ്ഞു തുടങ്ങൂ. ആ വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റും. ഇതൊന്നും വർക്കാവില്ല, പിന്നെ നമ്മളിതെത്ര കണ്ടിരിക്കുന്നു, ഇതൊക്കെ വെറുതെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നിങ്ങളുടെ ശത്രു വളരെ ശക്തനാണ്. അതിനെ പേടിക്കണം. അതല്ല, ഈ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര അപകടാവസ്ഥയിലല്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സഹായിക്കാനാവും. അടുത്ത 21 ദിവസത്തേക്ക് ബ്രേക്കപ്പ് വിത്ത് യുവർ മൈൻഡ് ചലഞ്ചുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ ഒരു ചലഞ്ചിന് റെഡിയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ 21 ദിവസം കൊണ്ട് എന്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ,
ഇന്നലെ നമ്മൾ എന്തായിരുന്നോ, എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ബെറ്ററായൊരു വ്യക്തിയായി മാറാൻ ഈ 21 ദിവസങ്ങളിലായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങളെ സഹായിക്കും. കേട്ടിട്ടില്ലേ, എ ജേർണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഡേ 1 ഓഫ് 21 ഡേ ചാലഞ്ചിൽ നമ്മുടെ ആദ്യ ചുവട് ഇതാണ്: ബ്രേക്കപ്പ് വിത്ത് യുവർ മൈൻഡ്. ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഐ ആം നോട്ട് മൈ മൈൻഡ്.